നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വൻ തിരിച്ചടി. 7 സിറ്റിംഗ് എംഎൽഎമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിന് പിന്നാലെയാണ് രാജി. വിവരങ്ങളുമായി PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, അതിന്റെ അവസാന നിമിഷത്തിലോട്ട് അടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ആം ആദ്മിയിൽ ഒരു കാലുമാറ്റം അല്ലെങ്കിൽ ആം ആദ്മി രാജി. എന്താണ് വിവരങ്ങൾ? അതിലെ 7 സിറ്റിംഗ് എംഎൽഎമാരാണ് ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ടത് നരേഷ് കുമാർ, രോഹിത് കുമാർ, രാജേഷ് ഋഷി, മദൻലാൽ, അതുപോലെ തന്നെ പവൻ ശർമ്മ, ഭൂപീന്ദർ സിംഗ് ജൂൻ എന്നിവരാണ് രാജിവെച്ചത്. ഇതിൽ പലരും 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരാണ്. പ്രധാനമായും വലിയ രീതിയിലുള്ള തിരിച്ചടി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നു. ഇനി ദിവസങ്ങൾ മാത്രമാണ് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത്. പക്ഷേ ഈ നേതാക്കൾക്ക് ഇപ്പോൾ രാജിവെച്ച ഈ 7 സിറ്റിംഗ് എംഎൽഎമാർക്കും കൃത്യമായ സ്വാധീനം അവരുടെ മണ്ഡലത്തിലുണ്ട്. അവർക്ക് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ രാജി പ്രഖ്യാപനം. ഇതുകൂടാതെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും രാജിക്ക് വഴിവെച്ചുവെന്നും സൂചനകളുണ്ട്. എന്തായാലും ഇതിനൊരു ഔദ്യോഗിക വിശദീകരണം നൽകുവാൻ ഇതുവരെ ആം ആദ്മി പാർട്ടിയോ അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളോ തയ്യാറായിട്ടില്ല. അതേസമയം BJP ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനമാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ഉയർത്തുന്നത്. പ്രധാനമായും ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ ആവശ്യങ്ങൾ പ്രധാനമായും ആം ആദ്മി പാർട്ടി നിലവിൽ വന്നപ്പോൾ അവർ പ്രഖ്യാപിച്ച നയങ്ങളൊന്നുമല്ല അവരിപ്പോൾ പിന്തുടരുന്നത്. ഇതിൽ അതൃപ്തി ഉള്ളതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ കൂട്ടമായി പാർട്ടി വിടുന്നതെന്ന വിമർശനം BJP ഉയർത്തുകയാണ്. പക്ഷേ ഈ 7 സിറ്റിംഗ് എംഎൽഎമാർ ഇനി അവർ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ BJPയിലേക്കോ പോകുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. നമുക്കറിയാം, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. 2020 ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി മികച്ച വിജയം നേടിയിരുന്നു. 62 സീറ്റുകൾ ആം ആദ്മി പാർട്ടി അന്ന് വിജയിച്ചിരുന്നു. പക്ഷേ ഇത് ആ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേതാക്കൾ, അതും മുതിർന്ന നേതാക്കളും 2 തവണ MLA-മാരായവർ പാർട്ടിയിൽ നിന്ന് പോകുന്നത് അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. എന്തായാലും ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവുക. എന്തായാലും 7 സിറ്റിംഗ് MLA-മാരാണ് ഇപ്പോൾ രാജിവച്ചിരിക്കുന്നത്. പാർട്ടി രൂപീകൃതമായപ്പോൾ അവർ പറഞ്ഞിരുന്ന നയങ്ങളിൽ നിന്ന് പാർട്ടി പിന്മാറുകയാണ്. ഇതുകൂടാതെ തന്നെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 7 പേരും പാർട്ടിയിൽ നിന്ന് പുറത്തുപോയിരിക്കുന്നത്. അരവിന്ദ്, അതുപോലെ തന്നെ കൂടുതൽ രാജിക്കുള്ള സാധ്യതയുണ്ടോ? അതിലിപ്പോൾ 7 സിറ്റിംഗ് MLA-മാരാണ് രാജിവെച്ചിരിക്കുന്നത്. നേരത്തെ ഈ ചില അഴിമതി ആരോപണങ്ങളെല്ലാം ഈ MLA-മാർക്കെതിരെ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ മാറ്റി നിർത്തിയെന്ന ഒരു വിശദീകരണം നേരത്തെ ആം ആദ്മി പാർട്ടി നൽകിയത്. ഇതിൽ മെഹ്റോളി മണ്ഡലത്തിൽ നിന്നുള്ള നേതാവായ നരേഷ് കുമാറിന് നേരത്തെ പാർട്ടി സീറ്റ് നൽകിയതാണ്. പക്ഷേ ചില അഴിമതി ആരോപണങ്ങളെ തുടർന്ന് നരേഷ് കുമാർ തന്നെയാണ് തനിക്ക് സീറ്റ് വേണ്ടെന്ന് പാർട്ടി അറിയിക്കുകയും പിന്നീട് പാർട്ടി മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തത്. പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ഈ രാജിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ രാജി പ്രഖ്യാപിച്ചേക്കാം. കാരണം നിരവധി MLA-മാർക്കാണ് ഇത്തവണ ആം ആദ്മി പാർട്ടി സീറ്റ് നിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ അവരും അതൃപ്തിയുമായി രംഗത്ത് വന്നേക്കുമെന്നാണ് സൂചനകളുള്ളത്. ശരി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 7 MLA-മാർ രാജിവെച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് PR അരവിന്ദാണ്.